ഹായ്, റംബുട്ടാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം റംബുട്ടാൻ്റെ വിളവെടുപ്പ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു 25 കിലോയ്ക്ക് മുകളിൽ റംബുട്ടാൻ കിട്ടിയിരുന്നു. ഈ പ്രാവശ്യം കുറവല്ല, പക്ഷേ പല ഘട്ടങ്ങളിലായിട്ടാണ് റംബുട്ടാൻ പൂവിട്ടിരിക്കുന്നത്. ആദ്യം പൂവിട്ടു, അത് വിരിഞ്ഞ് തുടങ്ങുമ്പം വേറൊരു സെക്ഷൻ പൂവിട്ടു. അങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടാണ് പൂവിട്ടത്. അപ്പോൾ ആദ്യം പൂവിട്ടതിൽ വളരെ കുറച്ച് കായ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ പറിച്ചു പോയി, കുറേ അണ്ണാൻ അങ്ങനെയൊക്കെ തിന്നുപോയി. പിന്നീട് രണ്ടാമതും ഞാൻ വലയൊന്നും ഇട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതും ഞങ്ങൾക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ, ബാക്കി കിളികൾ കൊണ്ടുപോയി. ഇപ്പം ഞാൻ കുറച്ച് ഭാഗത്ത് ഇതിന് വലയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു വിളവെടുപ്പാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഞാനിത് പറിക്കാൻ കയറിയ സമയത്ത് മഴ പെയ്തു. പെട്ടെന്നുള്ള ആ ഒരു മഴയിൽ ഞാനിതിൻ്റെ പറിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നല്ല മഴയാണെങ്കിലും ഏത് സീസണിലും റംബുട്ടാൻ നല്ല മധുരമായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മറ്റുള്ള പഴങ്ങളൊക്കെ മഴക്കാലത്ത് പുളിരസമാണ്, അല്ലെങ്കിൽ മധുരം കുറവാണ്, അങ്ങനെയുള്ള പരാതികളൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ റംബുട്ടാനെ സംബന്ധിച്ച് ഏത് സീസണിലും നല്ല മധുരമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് റംബുട്ടാൻ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ്, ഒരു റംബുട്ടാനെങ്കിലും നിങ്ങൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം. അത് ബെഡ് ചെയ്ത തൈ തന്നെ ആവുന്നതാണ് നല്ലത്. നിങ്ങളൊരു വിത്ത് എവിടെയെങ്കിലും നട്ട് അത് ചിലപ്പോൾ കായ്ക്കും, ചിലപ്പം കായ്ക്കാതിരിക്കും. അപ്പോൾ അതിന് അത്രയും കാലം നമ്മൾ സംരക്ഷിച്ച് പോകുന്ന ചിലപ്പം കായ്ക്കാത്തതാകുമ്പോൾ നമുക്ക് അതൊരു വലിയ നഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ബെഡ് ചെയ്ത തൈ തന്നെ നടാൻ ശ്രമിക്കുക. ബെഡ് ചെയ്യാത്ത തൈ ആകുമ്പം അത് വളരെ വളർന്നു പോവും. അങ്ങനെ വളർന്നു പോയാൽ നമുക്ക് അതിൽ നിന്നൊരു കായും കിട്ടില്ല, അത് മുഴുവൻ വവ്വാൽ കൊണ്ടുപോകും. അപ്പം നടുന്ന തൈ ഒരു പാകത്തിലുള്ള വലിപ്പത്തിൽ പ്രൂൺ ചെയ്ത് നിർത്താനും ശ്രമിക്കുക. എന്നാൽ നമുക്ക് വലയിടാനും അതിനൊക്കെ ഉള്ളൊരു സൗകര്യമുണ്ടാവും. അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുള്ള പഴങ്ങളാണിത്. ശരിക്കും കുറച്ചും കൂടിയൊക്കെ ചുവന്ന് വരാനുണ്ട്. നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനിയിപ്പോൾ ആ വവ്വാൽ കൊണ്ടുപോകുന്ന കരുതിയിട്ട് പറിച്ച് വെച്ചതാണ്. ഇത് നന്നായിട്ട് ചുമന്നിട്ടില്ലെങ്കിലും നല്ല സ്വീറ്റാണ്, യാതൊരു പ്രശ്നമില്ല. ഈ ഒരു ചെറിയ മഞ്ഞക്കളറിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഇത് നല്ല സ്വീറ്റാണ്. ഇത് റംബുട്ടാനിൽ N18 എന്ന് പറയുന്ന ഇനമാണ്. റംബുട്ടാനിൽ ഇപ്പോൾ വിവിധങ്ങളായ ഇനങ്ങൾ നഴ്സറികളിൽ ലഭ്യമാണ്. N18 തന്നെ ഒരുപാട് പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന വെറൈറ്റികളുണ്ട്. അതുപോലെ സീസർ E35 മഞ്ഞ കളറിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും അനുയോജ്യമായത് N18 ആണ്. N18 കൂടുതൽ കായ പിടിക്കുന്നത്. മറ്റുള്ളത് കായപിടുത്തം കുറവാണ്. സീസർ നല്ല ജംബോ കായാണ്, വലിയ വലുപ്പമുള്ള കായാണ്, നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കായ തന്നെയാണ്. പക്ഷേ കായപിടുത്തം കുറവാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും സൂട്ടബിളായിട്ടുള്ളത് N18 ആണ്. അത് ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് കവറിൻ്റെ തോടിൽ നിന്ന് റിമൂവ് ചെയ്യാം. അതുപോലെ അതിൻ്റെ ഫ്ലഷ് സീഡിൽ നിന്നും നമുക്ക് പൂർണ്ണമായിട്ടും അടർത്തിയെടുക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.